إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കനുസൃതമായി ജീവിതം ക്രമപ്പെടുത്തി നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു. എല്ലാവരും വിവിധങ്ങളായ ആരാധനാ കർമ്മങ്ങളിൽ കർമ്മനിരതരായിരുന്നു. നോമ്പാകട്ടെ, ജമാഅത്ത് നമസ്കാരം, രാത്രി നമസ്കാരം, ദാനധർമ്മങ്ങൾ, ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, സാമൂഹികമായ സേവനങ്ങൾ എന്നിവകളിലെല്ലാം സത്യവിശ്വാസികൾ മുന്നേറിയ സമയമായിരുന്നു. എന്നാൽ പരിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി പല ആളുകളും ഇതെല്ലാം ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് അലസത കാണിക്കുകയോ ചെയ്യാറുണ്ട് പല ആളുകൾ. ഈ വിഷയങ്ങളിലെല്ലാം സത്യവിശ്വാസികൾക്ക് ഒരു കൃത്യമായ നിലപാട് ഉണ്ടായിരിക്കണം. റമദാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ റമദാനിന് ശേഷമുള്ള സമയങ്ങളിൽ നമുക്ക് കഴിയണം.
നാം ഓരോരുത്തരും നിർവഹിച്ച കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമെന്ന അമിതമായ പ്രതീക്ഷ സത്യവിശ്വാസികൾക്ക് പാടുള്ളതല്ല. നമ്മുടെ മുൻഗാമികളായ സലഫുകൾ, അവരുടെ ചരിത്രത്തിൽ കാണാം, കാന സലഫു യബ്കൂന സിത്തത അശ്ഹുർ ബഅദ റമദാൻ. റമദാൻ കഴിഞ്ഞാൽ അടുത്ത 6 മാസക്കാലം നമ്മുടെ മുൻഗാമികളായ സലഫുകൾ യസ്അലൂനല്ലാഹ ഖബൂൽ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, റമദാനിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങൾ, അത് സ്വീകരിക്കുന്നതിന് വേണ്ടി, അത് കബൂൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം അടുത്ത 6 മാസക്കാലം അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് സലഫുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമദാൻ മാസത്തിന്റെ അവസാനത്തിൽ സലഫുകളായ മുൻഗാമികൾ അവർ പാപമോചനം നടത്തുകയും അല്ലാഹുവിനോട് പശ്ചാത്താപവും ചെയ്തുപോയ അമലുകൾ സ്വീകരിക്കപ്പെടില്ലെന്ന ഭയവും അവർക്കുണ്ടായിരുന്നു എന്നാണ്. റമദാനിലും അല്ലാത്തപ്പോഴും മുൻഗാമികളായ സലഫുകൾ കഠിനമായി പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവരിൽ നിന്നൊന്നും സ്വീകരിക്കപ്പെടില്ല എന്ന ഭയം അവരിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ അവർ അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കും, പശ്ചാത്താപം നടത്തും. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികൾ. നാം ഓരോരുത്തരും നിർവഹിച്ച കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ പ്രതീക്ഷയും അതോടൊപ്പം ഭയവുമുള്ളവരായിരുന്നു മുൻഗാമികളായ സത്യവിശ്വാസികൾ. യഥാർത്ഥത്തിൽ നമ്മളും ആ പാതയാണ് പിന്തുടരേണ്ടത്. നാം ചെയ്തു പോയ കർമ്മങ്ങൾ, നമ്മുടെ നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, മറ്റു സൽക്കർമ്മങ്ങളാകട്ടെ, അത് അല്ലാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടാകണം. എന്നാൽ അമിതമായ പ്രതീക്ഷ ഉണ്ടാകരുത്. അതോടൊപ്പം അത് സ്വീകരിക്കുമോ എന്ന, തടയപ്പെടുമോ എന്ന ആ ഒരു ഭയവും നമുക്കുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തന്റെ രക്ഷിതാവിലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയപാടോടുകൂടി അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ എന്റെ റബ്ബിലേക്ക്, അല്ലാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുന്നവനാണ് എന്ന ആ ഭയപ്പാടോടുകൂടിയാണ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവർ ചോദിക്കുകയാണ്, അഹുവ റജുലുല്ലദീ യസ്നി, അല്ലാഹു റസൂലേ, അവർ വ്യഭിചരിക്കുകയും വയശ്രിഖു, അവർ മോഷ്ടിക്കുന്നവരും, വയശ്റബുൽ ഖംറ, അവർ കള്ളു കുടിക്കുന്നവരുമായിരുന്നു. ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഭയപ്പാടോടുകൂടിയാണ് അവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്. അത് അവർ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണോ ഈ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കപ്പെടുമോ എന്ന ആ ഭയം അവർക്കുണ്ടായിരുന്നത് എന്ന് പ്രവാചകരോട് ചോദിക്കുകയുണ്ടായി. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത അബീ ബക്കർ ഔ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ,
അല്ല, മറിച്ച് നോമ്പനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും നമസ്കരിക്കുകയും ശേഷം അല്ലാഹു ആ ചെയ്തു പോയ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരാണവർ. അതല്ലാതെ തിന്മ ചെയ്തതുകൊണ്ടല്ല, വ്യഭിചാരം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ മോശപ്പെട്ട കളവ് നടത്തിയതുകൊണ്ടോ അതുകൊണ്ടൊന്നല്ല അവർ ഭയപ്പെട്ടിരുന്നത്. മറിച്ച് ചെയ്തു പോയ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്ന ഭയമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കഅബ പുനർനിർമ്മിച്ചത്. ആ കഅബ നിർമ്മാണത്തിന് ശേഷം അവർ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഈ കർമ്മം നീ സ്വീകരിക്കണമേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നാണ്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും അത് എത്ര വലിയ പ്രയാസപ്പെട്ട് ചെയ്ത കർമ്മമാണെങ്കിലും നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന ആ പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകണമെന്നതാണ്. റമദാനിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിഷിദ്ധമായ കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും അത്തരം കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നുമെല്ലാം നാം മാറി നിന്നവരാ. മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന്, മോശമായി ചിന്തിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളിൽ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഈ മാറി നിന്ന നമ്മളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയ തിന്മകളിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്ക് ആ തിന്മകളിലേക്ക് തിരിച്ചു നടക്കാൻ സാധിക്കരുത്. മറിച്ച് നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുത്ത നന്മകൾ ആ നന്മകളായിരിക്കണം ഇനിയും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ്. വീണ്ടും നമ്മൾ തിന്മയിലേക്കും തെറ്റുകളിലേക്കും വ്യാപൃതരാകുകയാണ് എങ്കിൽ റമദാനിൽ നാം നിർവഹിച്ച കർമ്മങ്ങൾ അത് പാഴായി പോകാൻ സാധ്യതയുണ്ട് എന്നത് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا. ഉറപ്പോടുകൂടി നൂൽ നൂറ്റ് ശേഷം നല്ല ശക്തിയുള്ള ഒരു കയറുണ്ടാക്കി ആ കയർ രാവിലെ മുതൽ നൂല് നൂറ്റിങ്ങനെ തുന്നി വലിയ ഉറപ്പുള്ള കയറുണ്ടാക്കി വൈകുന്നേരമാകുമ്പോഴേക്ക് നല്ല ഉറപ്പുള്ള കയറായി മാറി. ശേഷം ആ കയറിൽ നിന്ന് ഓരോ ഇഴയും പിരിച്ചെടുത്ത് അഴിച്ചു മാറ്റി ആ കയറിനെ ആദ്യത്തെ അവസ്ഥയിലേക്ക് ആക്കുന്ന രൂപത്തിലേക്ക്, പിരിച്ചു കളയുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന ആ സ്ത്രീയെ പോലെ നിങ്ങളാകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ധാരാളമായി നന്മകൾ ചെയ്തു, ധാരാളമായി തിന്മകളിൽ നിന്ന് മാറി നിന്നു, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം അതെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ശൈഖ് സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. റമദാൻ സ്വീകാര്യമാണെന്നതിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് റമദാൻ അല്ലാത്ത മാസങ്ങളിലും നന്മയെ പിന്തുടരുക എന്നത്. റമദാനിന് ശേഷവും ഒരു മുസ്ലിമിന്റെ അവസ്ഥ നല്ലതും നന്മയും നല്ല പ്രവർത്തനങ്ങളും അധികരിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ റമദാൻ സ്വീകാര്യോഗ്യമാണ് എന്നതിന് അതൊരു തെളിവാണ് എന്നതാണ്. ഇനി അതിന് വിപരീതമായി റമദാൻ കഴിഞ്ഞാൽ തിന്മകളെ പിന്തുടരുകയും അശ്രദ്ധയിലും അല്ലാഹുവിന് വഴിപ്പെടുന്നതിന് തിരിഞ്ഞുകളയുകയും ചെയ്താൽ പരിശുദ്ധ റമദാൻ സ്വീകാര്യോഗ്യമല്ല എന്നതിന് അത് തെളിവാണ് എന്നതാണ് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റമദാനിൽ നമ്മൾ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തി പോകരുത്. അത് റമദാനിൽ ചെയ്തത് ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റമദാൻ ഏറ്റവും നല്ല അവസ്ഥയിൽ പൂർത്തീകരിച്ചവനോ ശേഷം ശവ്വാലിൽ നിന്റെ അവസ്ഥ മാറിപ്പോകരുത്.
റമദാനിൽ ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തവർ അത് ശവ്വാലിലേക്ക് കടക്കുമ്പോഴേക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകരുത് എന്നാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ തഖ്വ ഭയഭക്തി ആർജിച്ചെടുക്കുക എന്നതായിരുന്നു നമ്മുടെ ഒരു പരിശീലനം. അതായിരുന്നു നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, നമ്മൾ ധാരാളം കേട്ട വചനമാണ്, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാകുവാൻ വേണ്ടിയാണ് പരിശുദ്ധ റമദാനിൽ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയത്. ആ തഖ്വ നമ്മൾ ആർജിച്ചെടുക്കുകയായിരുന്നു. ആ നേടിയത് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് തഖ്വ എന്നത്. നാം എന്ത് കർമ്മങ്ങൾ നിർവഹിച്ചാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ തഖ്വ അനിവാര്യമാണ്. തഖ്വ ഉള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. മുത്തഖികളല്ലെങ്കിൽ എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത് അത് തഖ്വയോടുകൂടി ജീവിക്കുന്നവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തിൽക്കൽ ജന്നത്തുൽ ലദീ നൂരിതു മിൻ ഇബാദിനാ മിൻ കാന തഖിയ. നമ്മുടെ ദാസന്മാരിൽ നിന്ന് ആരാണ് തഖ്വയുള്ളവരായിരിക്കുന്നത് അവർക്ക് നാം അവകാശപ്പെട്ടത് അത് അവർക്ക് നൽകുന്നതാണ് എന്നാണ്. അവർക്ക് അവകാശപ്പെട്ടത് എന്താണ്? അത് സ്വർഗമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തഖ്വ കൈവിടാതെ സൂക്ഷിച്ച് അല്ലാഹുവിനെ സൂക്ഷിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കൂടെ കൂടാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം റമദാൻ വിട പറയുമ്പോൾ, ഈ റമദാൻ വിട പറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നോമ്പ് കൊണ്ട് നമുക്ക് തഖ്വ നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നോമ്പ് നമുക്ക് നഷ്ടമാണോ, നോമ്പ് കൊണ്ട് നമുക്ക് ലാഭമാണോ ഉണ്ടായിട്ടുള്ളത് എന്നത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട കാര്യമാണ്. തഖ്വ നേടാൻ സഹായകമാകുന്ന നോമ്പിനെ കുറിച്ച് റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെ സത്യവിശ്വാസികൾ ഒരിക്കലും നോമ്പിനെ വിസ്മരിച്ചു പോകാൻ പാടില്ല. നോമ്പ് എന്നത് റമദാൻ മാസത്തിൽ മാത്രമുള്ള കാര്യമല്ല. റമദാൻ കഴിഞ്ഞാലും നിർവഹിക്കാനുള്ള ഒട്ടനവധി സുന്നത്ത് നോമ്പുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് തഖ്വയെ നിലനിർത്താൻ സാധിക്കുന്ന ഒന്നാണ്. നോമ്പ് നോൽക്കുന്നത് ശരീരത്തിനെയും മനസ്സിനെയും എല്ലാത്തരം തിന്മകളിൽ നിന്നും പിടിച്ചു നിർത്തുവാനും ദേഹേച്ഛകളെ അതുപോലെ ഉള്ള വൃത്തികേടുകളെ സംരക്ഷിച്ചു നിർത്തുവാൻ നോമ്പ് കൊണ്ട് സാധിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് വിവാഹപ്രായമെത്തിയ ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കാൻ കഴിവില്ലാതെ പോകുന്ന യുവാക്കളോട് പറഞ്ഞത് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നാണ്. നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ശാരീരികമായ തിന്മകളിൽ നിന്നും അവനെ ആ നോമ്പ് സംരക്ഷിച്ചു നിർത്തുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു റസൂൽ പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മനിസ്തതാ മിൻകുമുൽ ബാഅത്ത്, നിങ്ങൾക്ക് വിവാഹത്തിന് സാധിക്കുന്നവർ നിങ്ങൾ വിവാഹം കഴിക്കട്ടെ. ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ണുകളെ താഴ്ത്തുകയും നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. വിവാഹം സാധിക്കാതെ വരുന്നുവെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ എന്നതാണ് അല്ലാഹു റസൂൽ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സുന്നത്ത് നോമ്പുകൾ പതിവാക്കുന്ന ആളുകളായി മാറണം. എല്ലാ മാസത്തിലും, എല്ലാ അറബി മാസത്തിലും 3 ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. അതുപോലെ അയ്യാമുൽ ബീദ് എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 തീയതികളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. എല്ലാ ആഴ്ചയിലെയും 2 ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. അതുപോലെ
താസുആന്റെ ദിവസം, മുഹറം 9ന്റെ ദിവസം, അതുപോലെ ആശൂറ മുഹറം 10ന്റെ ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ്. അതുപോലെ അറഫാത്ത് നോമ്പെടുക്കൽ, ശവ്വാലിലെ 6 നോമ്പ്, ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ, ശഅബാനിലെ ഭൂരിഭാഗം ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ നോമ്പെടുക്കൽ സുന്നത്താണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരാൻ സാധിക്കണം. എല്ലാം കൂടി ഒരുമിച്ചെടുക്കണമെന്നല്ല, ഇതൊക്കെ മെല്ലെ 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 ശീലമാക്കി കൊണ്ടുവരണം. ആഴ്ചയിൽ 2 ദിവസം, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പതിവാക്കിയെടുക്കണം. മാസത്തിൽ 3 ദിവസം, 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് ശീലമാക്കണം. ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ റമദാൻ മാസത്തിലെ നോമ്പ് സ്വീകരിച്ചു എന്നതിന് ഈ നോമ്പുകൾ പതിവാക്കുന്നതിലൂടെ അതിന് തെളിവാണ് എന്നാണ് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത് ശീലമാക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. എല്ലാ ദിവസവും നോമ്പെടുക്കൽ ഹറാമാണ്. എന്നാൽ ഇനി ഒരാൾക്ക് നോമ്പ് അധികരിപ്പിക്കണമെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് എന്ത് ചെയ്യാം, നോമ്പെടുക്കാൻ അത് സുന്നത്തായ കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നിർവഹിച്ച വിവിധങ്ങളായ ആരാധനകൾ ഉപേക്ഷിക്കുകയോ അതിൽ അലസത കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. റമദാനിൽ നമ്മൾ നോമ്പ് കൂടാതെ നിർവഹിച്ച മറ്റ് കർമ്മങ്ങൾ അത് റമദാനിന് ശേഷവും നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. റമദാനിൽ 5 നേരത്തെ നമസ്കാരം നമ്മൾ ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിച്ചവരാണ്. അത് റമദാൻ അല്ലാത്ത ദിവസങ്ങളിലും അത് ജമാഅത്തായി നിർവഹിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് ജമാഅത്ത് നമസ്കാരം നിർബന്ധമായ ബാധ്യതയാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ സദഖകൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ നമ്മൾ ശീലമാക്കണം. പാവപ്പെട്ടവരെ സഹായിക്കാൻ, പ്രയാസപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ അവരെ സഹായിക്കുവാനും അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വാസത്തിൽ വാക്കുകൾ പറയാനൊക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള നന്മയായ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടായിരിക്കണമെന്നതാണ്. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നന്മകൾ നിലനിർത്തുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ നാം നിർവഹിച്ചിരുന്ന കർമ്മങ്ങൾ റമദാൻ കഴിഞ്ഞാലും തുടർന്നും നാം കൊണ്ടുപോകണമെന്നതാണ് പറഞ്ഞു വന്നത്. അതിൽപ്പെട്ട ഒന്നാണ് റമദാനിലെ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം. വിശ്വാസികളായ നാം ഓരോരുത്തരും ആവേശപൂർവ്വം നിർവഹിച്ച ഒരു കർമ്മമാണത്. എത്ര സന്തോഷത്തോടെയാണ്, വലിയ താല്പര്യത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും റമദാനിലെ രാത്രി നമസ്കാരം, തറാവീഹ് ആണെങ്കിലും ഖിയാമുൽ ലൈൽ ആണെങ്കിലും നാം ഓരോരുത്തരും നിർവഹിച്ചത്. രാത്രി നമസ്കാരം എന്നത് അത് റമദാനിൽ മാത്രമുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, പ്രവാചകൻ റമദാനിലാകട്ടെ റമദാനിലല്ലാത്ത ദിവസങ്ങളിലാകട്ടെ പ്രവാചകൻ 11-ൽ കൂടുതൽ നിർവഹിച്ചിരുന്നില്ല എന്നാണ്. റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴും പ്രവാചകൻ സ്ഥിരമായി നിർവഹിച്ച ഒരു ആരാധനാക്രമമാണ് രാത്രി നമസ്കാരം എന്നത്. അത് റമദാനിലാകുമ്പോൾ അതിന്റെ പേര് തറാവീഹ് ആവുന്നു. റമദാനിൽ അല്ലാത്ത മറ്റു ദിവസങ്ങളിലാകുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പേര് വരുന്നു. അതുപോലെ ഖിയാമുൽ ലൈൽ എന്ന് പേര് വരുന്നു. ഒറ്റയാക്കി നമസ്കരിക്കുന്നതുകൊണ്ട് വിത്ർ എന്ന് പേര് വരുന്നു. പേര് മാറുന്നേ ഉള്ളൂ. നമസ്കാരം എല്ലാം ഒരു നമസ്കാരം തന്നെയാണ്. അതുകൊണ്ട് അത് പതിവാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, അയ്യു സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബത്തി ഫഖാല സ്വലാത്തുൽ ലൈൽ
ഫർള് നമസ്കാരത്തിന് ശേഷം നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ, ഏറ്റവും ഫളലുള്ള അഫ്ളലായ നമസ്കാരം ഏതാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് സ്വലാത്തുൽ ലൈൽ, അത് രാത്രി നമസ്കാരമാണ് എന്നതാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ്, അത് നമ്മൾ നിലനിർത്തണം. അതേപോലെ സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ശീലിച്ച ഒന്നാണ് ജമാഅത്ത് നമസ്കാരം, ഫർള് നമസ്കാരത്തോടനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്തുകൾ. ആ റവാത്തിബ് സുന്നത്തുകൾ ശീലമാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ആ നമസ്കാരം നിർവഹിക്കുന്നവർ, 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുന്നവർ, അവർക്ക് പ്രവാചകൻ വാഗ്ദാനം ചെയ്തത് സ്വർഗ്ഗത്തിലൊരു ഭവനമാണ്. പല സഹാബികളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പല സഹാബികളും ഈ 12 റക്അത്ത് നമസ്കാരം ഉപേക്ഷിക്കാറില്ലായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഖുർആൻ പാരായണം അത് റമദാൻ കഴിഞ്ഞോടുകൂടി അടച്ചു വെക്കേണ്ടതല്ല. ഇനി അടുത്ത റമദാനിൽ പൊടി തട്ടി എടുക്കേണ്ട ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാതെ എല്ലാ ദിവസവും ബന്ധപ്പെട്ട് കിടക്കേണ്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും ഓതാനും ഓരോ മാസവും ഖത്തം തീർക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ധാരാളമായി ഖുർആൻ പാരായണത്തിന്റെ, ഖുർആനിന്റെ ആളുകളായി നാളെ പരലോകത്ത് വരുമ്പോ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഖുർആനിന്റെ ആളുകളായി, ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി ഇനിയും മരണം വരെ, അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണമാണ് അവന്റെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് അന്ത്യം കുറിക്കേണ്ടത്. വിശ്രമം മരണത്തിന് ശേഷം മാത്രമാണ്. മരണം വരെ വിശ്രമിക്കേണ്ടവരെല്ലാം ധാരാളമായി പരിശ്രമിക്കുക, നന്മകളിലേക്ക് മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നന്മയിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ധാരാളമായി സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിന് ശേഷവും സൽക്കർമ്മങ്ങൾ തുടർന്നും കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നാം ചെയ്തു പോയ എല്ലാ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനായ റബ്ബേ, നീ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, സഹോദരങ്ങൾ, അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ വർദ്ധിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിച്ച് നിർത്തണേ റഹ്മാനെ. കഠിനമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കുന്നവരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവരനുഭവിക്കുന്ന വേദനകൾക്ക് പകരമായി നീ സ്വർഗം നൽകണേ റഹ്മാനെ. സാമ്പത്തികമായി കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരുടെ പ്രയാസങ്ങൾ ഈ നല്ല നിലയിൽ അത് തീർത്തു കൊടുക്കുവാനുള്ള മാർഗവും വഴിയും നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.